ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആര്യനും മിത്രയും കൂടിയിട്ട് കഷ്ടപ്പെട്ട് മിഥുനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. മിഥുന്റെ അടുത്തേക്ക് മിത്ര തനിച്ചു പോകുന്നുണ്ട്. ആര്യൻ ഒരു മൂലക്ക് മാറി നിന്ന് കാഴ്ചകളൊക്കെ കാണുവാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത്, മിഥുൻ മര്യാദക്കാണ് സംസാരിക്കണമെങ്കിൽ മര്യാദക്ക് സംസാരിച്ച് ആ ഒരു പ്രശ്നം കൊണ്ട് സോൾവ് ചെയ്യാം. അതെല്ലാം ഇടപെടണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയും വഴക്കും ബഹളവും ആവുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആര്യൻ ഒരു മൂലക്ക് മാറി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ മിഥുൻ മിത്രയെടുത്ത് പറയുന്നുണ്ട്, മിത്ര, ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഞാൻ ഒരുപാട് പശ്ചാത്തപിച്ചായിരുന്നു. കണ്ണടച്ചപ്പോ നിന്റെ രൂപം മാത്രമേ ഉള്ളൂ. അന്ന് മിഥുൻ വേറൊരു മിഥുനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒരു മാതിരിയൊക്കെ പെരുമാറിയത്. സോറി മിത്ര എന്നൊക്കെ പറയാണ്. മിത്ര പറയണ്ട, അതൊന്നും സാരമില്ല മിഥുൻ എന്ന് പറയാണ്. ഇനിയിപ്പോ നീ നിന്റെ ലൈഫിൽ ഏതാ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. എന്റെ പാട്ടിന് വിടണം. ഞാൻ ആര്യനായിട്ട് ഇപ്പൊ ഇഷ്ടപ്പെടാനാണ് കല്യാണം കഴിച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആര്യന്റെ ജീവിതമായിട്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോ മിഥുൻ പറഞ്ഞിട്ട് അതെങ്ങനെ ശരിയാവും മിത്ര, നമ്മൾ തമ്മിൽ സ്നേഹിച്ചപ്പോൾ ആ നല്ല നിമിഷങ്ങൾ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റുന്നില്ല മിത്ര. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ നല്ല നിമിഷങ്ങൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അത് മാത്രല്ല, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 101 പവൻ മോഷ്ടിച്ചിട്ടല്ലേ അവിടുന്ന് പോയത്, ഗുരുവായൂരിന്ന് പോയത്. ആ 101 പവനും എന്റെ കയ്യിൽ തന്നെയുണ്ട്. അത് ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോ മിത്ര പറയുന്നുണ്ട്, ആ 101 പവന്റെ പേരിൽ എന്റെ ആര്യൻ ഒരുപാട് പഴി കേട്ടു. എന്റെ വീട്ടുകാർ ഇപ്പോഴും ആര്യന് കള്ളൻ, ആ പണം മോഷ്ടിച്ച അല്ലെങ്കിൽ ആ സ്വർണം മോഷ്ടിച്ച കള്ളൻ എന്നാണ് പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, എന്തായാലും നീ ആ പണം സ്വർണ്ണം എടുത്ത് നീ തന്നെ എടുത്തോ, ഇനിയിപ്പൊ എനിക്ക് അത് വേണ്ട എന്ന് മിത്ര പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ശരി, എങ്ങനെയാ മിത്ര ശരിയാവണത്? അത് നിനക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാണ്. അത് നിനക്ക് തരാനും എനിക്ക് നമ്മുടെ ആ പഴയ ജീവിതത്തിലേക്ക്, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട ആ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് മിഥുൻ പറയുമ്പോ മിത്ര പറയണ്ട, മിഥുൻ നീ എന്തൊക്കെയാ പറയണത്? ഒരിക്കലും ഇനി നമുക്ക് അതുപോലെ ആവാൻ സാധിക്കില്ല. ഞാൻ പറയാം, ഞാനിപ്പോ ഒരു ഭാര്യയാണ്. ആര്യന്റെ വീട്ടില് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കഴിയണത് എന്നൊക്കെ പറയുമ്പോഴേക്കും മിഥുൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അതെ, അപ്പോഴേക്കും മിഥുന്റെ രൂപവും ഭാവങ്ങൾ മാറുവാണ്. നോക്ക്, ഞാൻ എന്നിട്ട് മര്യാദക്കാണ് പറഞ്ഞത്, നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് കൊൽക്കത്തക്ക് പോകണം എന്ന് പറഞ്ഞു. കൊൽക്കത്തക്കോ? ഞാനൊന്നും വരില്ല. ഞാൻ പറഞ്ഞില്ലേ, നീയും നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോ മിഥുൻ പറയണ്ടേ, എടി ഞാന് ഒരുപാട് പെൺപിള്ളേരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുടെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. എന്നൊന്ന് ശരീരത്തിൽ പോലും തൊടാൻ അനുവദിക്കാത്തൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. ചോദിക്കുമ്പോൾ പറയും കല്യാണം കഴിയട്ടെ കല്യാണം കഴിയട്ടെ എന്ന്. എന്നിട്ടിപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നീയും ആരും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമൊന്നുമില്ലെന്ന് എനിക്കറിയാം. നീ എന്റെ കൂടെ കൊൽക്കത്തക്ക് വാ. ഞാൻ ഇത്ര നാൾ നിനക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? ആ ഒരു നഷ്ടപരിഹാരമായിട്ട് നീ എനിക്ക് എന്തെങ്കിലും തരണം. എന്തെങ്കിലും തരണമെന്നോ? നീ എന്താ ഉദ്ദേശിക്കണത്? ഒരാഴ്ചത്തേക്ക് നീ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയണ്ടേ, ആ പകലും എല്ലാം എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയാണ്. വൃത്തികേട് പറയണോ? അതേ, എന്ത് മര്യാദക്കാണ് ഞാൻ പറഞ്ഞത്, മര്യാദക്ക് ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയാണ്. ഇല്ല മിത്ര, ഞാൻ നീ ഇല്ലാതെ പോവില്ല മിത്ര. മര്യാദക്കെങ്കിൽ മര്യാദക്ക് നോക്ക്, വരാൻ നോക്ക്. ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ പണം കണ്ടിട്ടോ, നിന്റെ വീട് കണ്ടിട്ടോ, നിന്നെ കണ്ടിട്ട് കൊണ്ടുമാണ്. അതുകൊണ്ട് എന്തായാലും നിന്റെ പണം കിട്ടി, സ്വർണവും കിട്ടി, പിന്നെ നിന്നെയും കൂടി എനിക്ക് കിട്ടാതെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. ആ സമയത്ത് തന്നെ മിത്ര വേഗം കയ്യിൽ നിന്ന് ഫോൺ വെച്ചിട്ട് തട്ടുവാട്ടോ, ആര്യന് സിഗ്നൽ കൊടുക്കാണ്. അത് കേൾക്കണത് ആര്യന് ഓടി വന്നിട്ട് മിഥുന്റെ ഒരൊറ്റ ചവിട്ടാണ്. അപ്പൊ മിഥുൻ പറയണ്ടേ, ഓഹോ, അപ്പൊ നീ ആര്യനെയും കൂട്ടിക്കൊണ്ട് ഒരുമിച്ചാ നിങ്ങൾ വന്നതല്ലേ, കൊള്ളാം, നന്നായി എന്ന് പറയാണ്. പിന്നെ രണ്ടുപേരും അടിയും വഴക്കും ബഹളവും ഒക്കെ ആവട്ടെ. അതിനിടക്ക് ആര്യനാണെങ്കിൽ മിത്രനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാന്ന് വെച്ചിട്ട് മിത്രയുടെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും മിഥുൻ പുറകെ നിന്ന് വന്നിട്ട് ആര്യനെ അടിച്ച് നിലത്തിടുവാണ്. ആര്യനെ വിട്ടുകൊടുക്കുന്നില്ല. ആര്യൻ നന്നായിട്ട് തന്നെ പൊരുതി നിൽക്കുന്നുണ്ട്. മിഥുന്റെ കൂട്ടുകാരനാണെങ്കിൽ ഒരു മൂലക്ക് മാറി നിന്ന് ഇതെല്ലാം കണ്ടോണ്ടിരിക്കട്ടോ. എന്നാൽ അതിലിടപെടുന്നില്ല, പേടിച്ച് മാറി ഒരു മൂലക്ക് നിൽക്കാണ് അയാള്. അങ്ങനെ മിഥുനും ആര്യനുള്ള തമ്മിലുള്ള വഴക്കും അടിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. മിത്ര പറയണ്ട, മതി വായേ, വാ നമുക്ക് പോകാം എന്ന് പറയണം. അപ്പൊ മിഥുൻ അങ്ങനെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുവാട്ടോ. അതായത് നേരെയല്ല, ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കമന്ന് കിടക്കുവാണ്. അപ്പോഴേക്കും മിത്ര പറയണ്ട, ആര്യ നോക്കിക്കേ, മിഥുന്റെ ചെവിന്ന് ചോര വരുന്നുണ്ട് എന്ന് പറയാണ്. മിഥുൻ ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ മിഥുൻ എന്ന് പറഞ്ഞ ആര്യം വിളിക്കുമ്പോ മിഥുൻ കേൾക്കുന്നില്ല കേട്ടോ. മിഥുൻ, എടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മിഥുൻ കേൾക്കുന്നേ ഇല്ല. മിഥുൻ ഇങ്ങനെ ചത്ത പോലെ കിടക്കുവാണ്. അയ്യോ ആര്യ, എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്, വാ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം എന്ന് ആര്യം പറയാട്ടോ. അങ്ങനെ മിത്രനെയും കൂട്ടിക്കൊണ്ട് ആര്യൻ അവിടുന്ന് പോകുവാണ്. അത് ആ
അതൊക്കെ പ്രശ്നം കഴിയുമ്പോ ഈ മിഥുന്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. എടാ മിഥുനെ എഴുന്നേക്കട മിഥുനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മിഥുൻ എഴുന്നേക്കുന്നില്ല, അങ്ങനെ തന്നെ കിടക്കണം. അപ്പൊ മിഥുന്റെ ഫ്രണ്ടിനെ കാര്യം മനസ്സിലായി, മിഥുൻ മരിച്ചു പോയെന്നുള്ള കാര്യം മിഥുന്റെ ഫ്രണ്ടിനെ മനസ്സിലായിട്ടോ. അങ്ങനെ മിഥുന്റെ ഫ്രണ്ട് മിഥുനെ പിടിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും മിഥുന്റെ കാര്യത്തിൽ എന്തായാലും എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. മിക്കവാറും ഇത് മരിച്ചിട്ടായിരിക്കും ഉണ്ടാവും. അതാണല്ലോ ബാലനെ അന്വേഷിച്ചിട്ട് കഴിഞ്ഞ വീക്കെൻഡ് പ്രോമോയില് പോലീസുകാർ വന്നത് കാണിക്കണത്. അങ്ങനെ മിഥുനും മിത്രയും ഒന്നറിയാത്ത പോലെ തിരിച്ച് വീട്ടിലേക്ക് വരണം. അവർക്ക് ഭയങ്കര പരിഭ്രമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മിഥുൻ മരിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അവിടെ അവൻ കാട്ടിൽ കിടക്കാണ്. അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ കാട്ടിൽ കിടന്ന് ഇല്ലാതാവുമോ എന്ന് ഇവർക്ക് അറിയാം. അപ്പൊ അവരാകെ ടെൻഷനായിട്ട് വീട്ടിൽ വരുമ്പോ വല്ലാത്തൊരു പരിഭ്രമമൊക്കെ കാണിക്കണം. അപ്പൊ ദേവി വീട്ടിൽ ചോദിക്കണ്ടേ എന്ത് പറ്റിയത്, നിങ്ങൾ ഇവിടെ നിന്ന് ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇത്ര വേഗം വന്നോ, എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ മിത്ര ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കണം. അപ്പൊ ഗോമതി മീനാക്ഷിയൊക്കെ മാറി മാറി ചോദിക്കണ്ടേ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ ആര്യം പറയണ്ടേ ഒന്നുമില്ല, അവർക്ക് ആ എക്സാമിന്റെ ആ ഒരു പനി വന്നില്ലേ, പേടിപ്പനി, ആ പനി പിന്നെ ചെറുതായിട്ട് വരുന്ന പോലെ തോന്നുന്നു, അതിന്റെ ഒരു അസ്വസ്ഥതയാണെന്നൊക്കെ പറയണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്തൊരു വലിയ പ്രശ്നമുണ്ട്. പക്ഷെ ആരൊക്കെ മാറ്റി മറിച്ചു വെച്ചിട്ട് ഇവര് ഒന്നും മറുപടി പറയണില്ല. അപ്പൊ ദേവി മിത്രയോട് ചോദിക്കണം, മിത്ര സത്യം പറ മിത്ര, നോക്ക് നിങ്ങൾ എന്ത് കള്ളത്തരമാണോ അല്ലെങ്കിൽ എന്തിനും ആരെങ്കിലും മറയ്ക്കാൻ വേണ്ടി ഉള്ളിലൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം എല്ലാവരും അറിയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞ ചില പ്രശ്നം വലുതാവാതെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറയണം. അത് കേൾക്കുന്നത് മിത്ര സത്യങ്ങളൊക്കെ ദേവിയുടെ അടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങും കേട്ടോ. അപ്പോഴേക്കും അതാണ് മിത്ര ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ആര്യനാണെങ്കിൽ സമ്മതിക്കില്ല. മിത്ര എന്ന് പറഞ്ഞിട്ട് മിത്രനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എന്താണ് ദേവി അവിടെ അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട്, കുഴപ്പമില്ല ഈ ദേവി കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാലൻ കടയിൽ ഇങ്ങനെ സാധാരണ പോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കുറച്ച് പോലീസുകാർ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ആരാ ബാലൻ എന്ന് ചോദിക്കുമ്പോ ഞാനാണ് സാറ്. എന്താ സാറേ എന്ന് ചോദിക്കുമ്പോ അല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് 5 മക്കളുണ്ട് സാറേ. അപ്പൊ ആര്യൻ എത്രാമത്തെ മകനാണ്? അവനെന്റെ 3ാമത്തെ മകനാണെന്ന് പറയാണ്. 4 മക്കളുണ്ടെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ 3ാമത്തെ മകനാണെന്ന് പറയാണ്. അവനെതിരെ ഒരു കേസ് ഉണ്ട്, അവനാണെന്നാ തോന്നുന്നത്. അവനൊരു മിഥുൻ എന്ന് പറഞ്ഞൊരു പയ്യനെ അടിച്ച് നിലംപതിശാക്കി ചത്ത് കിടക്കുന്ന ഒരു കാട്ടിൽ ചത്ത രീതി കിടക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാരൻ കണ്ട ദൃക്സാക്ഷിയുണ്ട്. ആര്യനും അവന്റെ ഭാര്യ മിത്രയും കൂടിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് അവന്റെ കൂട്ടുകാരൻ, അതായത് മിഥുന്റെ കൂട്ടുകാരൻ മൊഴി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകാണ്. നിങ്ങളുടെ മകനെ നോക്കിയപ്പോ നിങ്ങളുടെ മകൻ വീട്ടിലില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് ജീപ്പിലേക്ക് കയറണമെന്ന് പറയണം. അയ്യോ സാർ ഞാൻ ഇതിനെ കയറുന്നത്, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ എന്ന് പറയാണ്. അത് നിങ്ങളുടെ മോൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് ഞാൻ പോയിട്ട് അന്വേഷിച്ചോളാം, നിങ്ങൾ ആദ്യം ജീപ്പിലേക്ക് കയറാൻ വേണ്ടി പറയാം. അപ്പൊ ധർമ്മം പറയണ്ട്, സാർ നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും, ആര്യനും മിത്രനും അങ്ങനത്തെ ആൾക്കാരല്ല. മിത്ര പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആര്യനാണെന്നുണ്ടെങ്കിലോ എന്താണ് അവന് ഇങ്ങനെ ഫുഡ് ഡെലിവറി ഒക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളാണ്. അവൻ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അവൻ അങ്ങനെ ആരും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസും അതൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി വരണം, വണ്ടി കയറണം പറഞ്ഞിട്ട് ബാലനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റണം. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാലൻ സ്റ്റേഷനിലേക്ക് പോകാൻ പോകണം. അത് ആര്യന്റെ കാര്യത്തിന് വേണ്ടിട്ട്. അപ്പൊ ഇതിനെന്തായാലും ബാലൻ തിരിച്ച് നല്ല രീതിയിൽ തന്നെ ആര്യനത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ മിഥുൻ ഇനി മരിച്ചില്ലെങ്കിൽ പോലും മരിച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കൂട്ടുകാരൻ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ പോണത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.